السلام عليكم ورحمة الله وبركاته. بسم الله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه الموفين أحدا أما بعد. اللهم صل على محمد النبي عدد من صلى عليه من خلقه. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. صدق الله العظيم. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പരിശുദ്ധ റമളാൻ അതിൻ്റെ പുണ്യപ്പെട്ട ദിനങ്ങൾ നമ്മിൽ നിന്ന് നാം അറിയാതെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ദിനങ്ങളിൽ ജീവിക്കാനും ഈ മാസം പൂർണ്ണമായി കർമ്മങ്ങളിൽ നിരതരാവാനും ഏകദേശം 60 നാളുകൾ മുസ്ലിമീങ്ങൾ പ്രപഞ്ചശക്തനായ നാഥന്റെ മുമ്പിൽ കൈമലർത്തി യാചിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റമളാൻ മാസം നീ ഞങ്ങൾക്കതിന് അവസരം തരണം. ആ പ്രാർത്ഥന റബ്ബ് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി റമളാനിനെ വരവേൽക്കാനും ആ റമളാനിൽ കർമ്മങ്ങളാൽ നിരതരാവാനുമുള്ള അവസരം യജമാനനായ റബ്ബ് ഒരുക്കി തന്നിട്ടുണ്ട്. എന്താണ് റമളാൻ ഇത്രമാത്രം പ്രാധാന്യമുണ്ടാവാൻ കാരണം? ഇസ്ലാമിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഒരിക്കൽ അനുചരന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖദ് അവല്ലക്കും ഷഹ്റുൻ അദീം ഷഹ്റുൻ മുബാറക്കും ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹ്ർ. വലിയ ഒരു ഹദീസാണ്. വിശാലമായി ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ തുടക്കം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയത്, ഓർമ്മപ്പെടുത്തിയത് ഖദ് അളല്ലക്കും, ജനങ്ങളെ നിങ്ങൾക്കിതാ നിഴൽ വിരിച്ചിരിക്കുന്നു, ഷഹ്റുൻ അദീം, പവിത്രമായ ഒരു മാസം. നോക്കൂ, അവിടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ച പദം ലഖദ് ജാഅക്കും, നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു എന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് റമളാൻ ഇതാ വന്നിരിക്കുന്നു എന്നല്ല. ലഖദ് അളല്ലക്കും, നിങ്ങൾക്ക് റമളാൻ നിഴൽ വിരിച്ചിരിക്കുന്നു. കാര്യം നിഴൽ, തണുപ്പ്, തണുത്ത വെള്ളം, തണുത്ത കാറ്റ്, ഇതൊക്കെ മനുഷ്യൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. സൂര്യന്റെ ശക്തമായ താപമേറ്റ ഒരു തൊഴിലാളി, ഒരു യാത്രക്കാരൻ വല്ലാതെ തളരുമ്പോൾ അവൻ വീണ്ടും ആഗ്രഹിക്കുന്നത് എവിടെയെങ്കിലും വെയിൽ കൊണ്ടിരിക്കാനല്ല, ചൂടേൽക്കാനല്ല, എവിടെ നിന്നെങ്കിലും ഒരല്പം നിഴലൊന്ന് കിട്ടിയാൽ ഒന്ന് വിശ്രമിക്കാമായിരുന്നു എന്നാണ്. ആ നിഴൽ അവന് ലഭിക്കുമ്പോഴുള്ള സമാധാനം, ആശ്വാസം, സന്തോഷം എത്ര വലുതാണ്. ഇതുപോലെയാണ് റമളാനിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പരിചയപ്പെടുത്തിയത്. ലഖദ് അളല്ലക്കും, നിങ്ങൾക്ക് ആശ്വാസം തരാൻ, നിങ്ങൾക്ക് സമാധാനം തരാൻ ഇതാ റമളാൻ നിങ്ങളെ മുകളിൽ അളല്ലക്കും, നിഴൽ വിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ റമളാനിനെ ഉപയോഗപ്പെടുത്തണം. ഇതാണ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ വരുന്നതിൻ്റെ തൊട്ടടുത്ത് ലോകത്തിന്റെ മുമ്പിൽ വിളംബരപ്പെടുത്തിയത്. നോക്കൂ, ആ റമളാനിലെ ഒരു ദിനം എന്നിട്ട് പരിചയപ്പെടുത്തി. അതിൽ ഒരു ദിനം ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹർ, അതിൽ ഒരു ദിനമുണ്ട്, അത് 1000
മാസത്തേക്കാൾ 1000 മാസത്തേക്കാൾ ആ ഒരു ദിനത്തിന് പവറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് ആ നിഴൽ വിരിച്ച പരിശുദ്ധ റമദാൻ നമുക്ക് തണലേകിക്കൊണ്ട്, നമ്മെ തൊട്ട് തലോടിക്കൊണ്ട് അത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മനുഷ്യർ പല ജാതി പ്രയാസങ്ങൾ, നമുക്ക് പറയാനാവാത്ത പ്രയാസങ്ങളുടെ നടുക്കയത്തിലാണ് ഇന്ന് ഓരോ മനുഷ്യൻ ജീവിക്കുന്നത്. പുറമേ കാണുമ്പോൾ, അവൻ്റെ വസ്ത്രധാരണ കാണുമ്പോൾ, അവൻ്റെ ശരീരത്തിൻ്റെ പ്രകൃതി കാണുമ്പോൾ നമുക്ക് തോന്നും അവന് സന്തോഷമാണ്. പക്ഷേ അവൻ്റെ ഉള്ളിൽ തീയാണ് എരിയുന്നത്. സാമ്പത്തിക ഞെരുക്കമുള്ളവർ ഒരു ഭാഗത്ത്, രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർ മറ്റൊരു ഭാഗത്ത്, തൊഴിലില്ലാതെ ജീവിതത്തിൻ്റെ 2 തലയും കൂട്ടിമുട്ടിക്കാനാവാതെ പട്ടിണിയും പരിവട്ടവുമായി കഷ്ടപ്പെടുന്നവർ മറ്റൊരു ഭാഗത്ത്. ഇങ്ങനെ പല നിലക്ക് വേദന അനുഭവിക്കുന്ന 100,000 പേർ നമ്മുടെ ചുറ്റും ജീവിച്ചിരിപ്പുണ്ട്. അവർക്കൊക്കെയും സമാധാനം നൽകാൻ, അവർക്ക് ആവശ്യമായത് നൽകാൻ മറ്റുള്ളവ സൃഷ്ടികൾക്ക് പരിധിയും പരിമിതിയും ഉണ്ടെങ്കിൽ ഒരു പരിമിതിയുമില്ലാതെ സകലമാന ഗുണങ്ങളും മനുഷ്യന് ആവശ്യമായതൊക്കെയും കൊടുക്കാൻ കഴിവുള്ള മനുഷ്യന്റെ ഉടമയായ പടച്ച തമ്പുരാൻ റമളാനിനെ കുറിച്ച് നമ്മോട് ഓർമ്മപ്പെടുത്തിയത് ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫലസ്തജീബു ലീ വൽയുമിനൂ ബി ലഅല്ലഹും യർഷദൂൻ. കഷ്ടപ്പെടുന്നവർ, പ്രയാസപ്പെടുന്നവർ, ഇവരെയൊക്കെ മുന്നിൽ കണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വഇദാ സഅലക ഇബാദി. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 156-ാമത്തെ പ്രബന്ധമാണിത്. എന്താ പരിചയപ്പെടുത്തിയത്? വഇദാ സഅലക ഇബാദി, നബിയെ അങ്ങയോട് എൻ്റെ അടിമകൾ ചോദിക്കുന്നുവെങ്കിൽ, അന്നി, എന്നെക്കുറിച്ച്, തമ്പുരാനെ കുറിച്ച്, ഉടമയായ എന്നെക്കുറിച്ച് എന്നെ എവിടെ നിന്ന് കണ്ടുപിടിക്കാനാവും, ദൈവമായ എന്നെ എങ്ങനെ പ്രാപിക്കാനാവും എന്ന് എൻ്റെ അടിമ തങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഫഇന്നി ഖരീബ്, നബിയെ ഞാൻ അടുത്തു തന്നെ ഉണ്ടേ, ഞാൻ കൂടെയുണ്ട് നബിയെ. ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി. അവൻ എൻ്റെ മുമ്പിൽ കൈമലർത്തുന്നുവോ അവൻ്റെ കൈ മലർത്തുന്നതും കാത്ത് ഞാൻ ഇരിപ്പുണ്ടേ. നോക്കൂ, അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയ ഒരു ദുആയുടെ ആയത്ത്. ഈ ആയത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയത് ആയത്തുദ്ദഅവ, ആയത്തുദ്ദുആ എന്നൊക്കെയാണ്. അഥവാ പ്രാർത്ഥന എങ്ങനെയാവണം, പ്രാർത്ഥിക്കേണ്ടത് ഏത് രൂപത്തിലാവണം, പ്രാർത്ഥന എങ്ങനെയൊക്കെ ആവണം എന്നിങ്ങനെ പ്രാർത്ഥന പഠിപ്പിക്കുന്ന ആയത്ത് എന്നാണ് മുഫസ്സിറുകൾ ഈ അൽ-ബഖറയിലെ 156-ാമത്തെ വഇദാ സഅലക ഇബാദി അന്നി എന്ന ആയത്തിനെ കുറിച്ച് അവർ പരിചയപ്പെടുത്തിയത്. നോക്കൂ, എന്താണ് പരിചയപ്പെടുത്തിയത്? വഇദാ സഅലക ഇബാദി, എൻ്റെ അടിമ തങ്ങളോട് ചോദിക്കുമ്പോൾ, അന്നി എന്നെ കുറിച്ച് ചോദിക്കുമ്പോൾ, ഫഇന്നി ഖരീബ്, അല്ലാഹു അവിടെ കൊടുത്ത മറുപടി വല്ലാത്ത മറുപടിയായി. തത്തുല്യമായ ആയത്തുകൾ, ഇതുപോലത്തെ ആയത്തുകൾ വേറെയും ഖുർആനിൽ ധാരാളമുണ്ട്. അള്ളാഹിന്റെ ഹബീബിനോട് സംശയം ചോദിക്കുന്ന കാര്യങ്ങളും അങ്ങനെ സംശയം ചോദിച്ചാൽ അതിന് നൽകേണ്ട മറുപടിയും ഒരുപാടിടങ്ങളിൽ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് 1-2 കാര്യം ഞാൻ ഇവിടെ പറയാം. നോക്കൂ, യസ്അലൂനക അനി റൂഹ് ഖുലി റൂഹ് മിൻ അംരി റബ്ബി. ഒന്ന് കാണാം, യസ്അലൂനക, നബിയെ തങ്ങളോട് അവർ ചോദിക്കുകയാണെങ്കിൽ, അനി റൂഹ്, എന്താണ് ആത്മാവ്, എന്താ ആത്മാവിനെ കുറിച്ച് തങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ, യസ്അലൂനക അനി റൂഹ്, യസ്അലൂനക അനി റൂഹി, ആത്മാവിനെ കുറിച്ച് അവർ തങ്ങളോട് അവർ ചോദിക്കുന്നു എങ്കിൽ തങ്ങൾ അവരോട് പറഞ്ഞേക്കണം മിൻ അംരില്ല, അത് യസ്അലൂനക അനി റൂഹ് ഖുലി റൂഹു മിൻ അംരി റബ്ബി, അത് അള്ളാഹുവിൻ്റെ ഒരു രഹസ്യമാണെന്ന് പറഞ്ഞേക്കണം. അവിടെയും കുൽ, തങ്ങൾ പറഞ്ഞേക്കണം എന്നാണ്.
യസ്അലൂനക അനിൽ മഹീദ്, ഋതുരക്തത്തെക്കുറിച്ച്, മെൻസസ് രക്തത്തെക്കുറിച്ച് തങ്ങളോട് അവർ സംശയം ചോദിക്കുമ്പോൾ ഫഖുൽ, തങ്ങൾ പറഞ്ഞേക്കണം, ഹിയ അദം ഫഅ്തസിലുൻ നിസാ, അതൊരു മ്ലേച്ഛമായ അവരുടെ ശരീരത്തിൽ നിന്ന് വരുന്ന വേണ്ടാത്ത ഒരു രക്തമാണ് എന്ന് പറഞ്ഞു കുൽ, അവിടെയും കാണാം കുൽ, തങ്ങൾ മറുപടി പറഞ്ഞേക്കണം. ഇങ്ങനെ ഒരുപാട് 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 സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ ഹബീബിനോട് സംശയം ചോദിക്കാൻ വേണ്ടി ഖുർആൻ പറയുകയും അതിന് മറുപടി പറയാൻ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ കുൽ യസ്അലൂനക അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്. മറ്റൊരിടത്ത് കാണാം മാസത്തെക്കുറിച്ച് ചോദിക്കും, ചന്ദ്രോദയത്തെക്കുറിച്ച് അവർ ചോദിക്കുമ്പോൾ തങ്ങൾ പറയണം അത് ജനങ്ങൾക്ക് മാസം നിർണ്ണയിക്കാനും തീയതി നിർണ്ണയിക്കാനും ഒക്കെയുള്ള ഒരു അവസരമാണ്. ചുരുക്കം ഞാൻ പറഞ്ഞത്, ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കാൻ ഒരുപാട് ഇടത്ത് കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ജനങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയണം, കുൽ 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 എന്നിങ്ങനെ എല്ലാ ആയത്തിലും കാണും. എന്ന പ്രാർത്ഥനയുടെ ഈ ആയത്ത് വിശദീകരിക്കുന്ന സ്ഥലത്ത് ഈ ആയത്ത് റബ്ബ് അവതരിപ്പിക്കുമ്പോൾ ഈ ഒരു പ്രാർത്ഥനയുടെ ഈ ഒരു പ്രബന്ധം അള്ളാഹു അവതരിപ്പിക്കുന്നിടത്ത് യസ്അലൂനക ഇദാ സഅലക ഇബാദി, എൻ്റെ അടിമ തങ്ങളോട് ചോദിച്ചാൽ അന്നീ, ദൈവമായ എന്നെക്കുറിച്ച് എന്നെ എങ്ങനെ പ്രാപിക്കാൻ കഴിയും എന്ന് തങ്ങളോട് ചോദിച്ചാൽ ഫഖുൽ ഇന്നി ഖരീബ്, തങ്ങൾ പറഞ്ഞേക്ക് നബിയെ ഞാൻ അടുത്തുണ്ടെന്ന് പറഞ്ഞേക്ക് എന്ന് കുൽ അവിടെ പറഞ്ഞോ? പറഞ്ഞില്ല. മറ്റെല്ലായിടത്തും കുൽ 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 എന്ന് പറഞ്ഞെങ്കിൽ ഈ സ്ഥലത്ത് മാത്രം കുൽ എന്ന് പറഞ്ഞില്ല. എന്തേ കാര്യം? എന്തേ അവിടെ കുൽ പറയാതിരുന്നത്? കാരണം അതിന് മഹത്തുക്കൾ മുഫസ്സിറുകൾ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. കുൽ എന്ന് പറയുമ്പോൾ ഒരു ക്യാപ്പ് അവിടെ വരുന്നു, അതുപോലും വരരുത്. അത്രമാത്രം അടിമയുമായി അടുത്ത് നിൽക്കുകയാണ് അവൻ, അത്രമാത്രം മനുഷ്യനുമായി റബ്ബ് അടുത്ത് നിൽക്കുകയാണ്. ഒരു കുൽ എന്ന് പറയാനുള്ള ഒരു അകലം കൂടി ദൈവവും മനുഷ്യനും തമ്മിലില്ല. നാം കൈമലർത്തുമ്പോഴേക്ക് അത് കേൾക്കാൻ വേണ്ടി റബ്ബ് കാത്തു നിൽക്കുകയാണ് എന്നറിയിക്കാൻ വേണ്ടിയാണ് കുൽ എന്ന് അവിടെ പറയാതെ എന്നോട് ചോദിച്ചാൽ ഫ ഇന്നി ഖരീബ്, ഞാൻ അടുത്തുണ്ട് എന്ന് പറയാൻ കാരണം. മാത്രവുമല്ല, നോക്കൂ, ഈ ആയത്ത് വിശദീകരിച്ചത്, ഈ ആയത്ത് അവതരിപ്പിച്ചത്, ഈ ആയത്ത് രേഖപ്പെടുത്തിയത് എവിടെയാ? സൂറത്തുൽ ബഖറ റമളാനിനെ ചർച്ച ചെയ്യുന്ന സ്ഥലത്താണ് ഈ ദുആന്റെ ഈ ഒരു പ്രബന്ധം വന്നത്. നോക്കൂ, 153 യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും എന്നിങ്ങനെയാണ്. 54 അയ്യാമം മഅദൂദാത്ത് ഫമൻ ശഹിദ മിൻകും എന്ന് പറയുന്നതാണ്. 55 ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഇങ്ങനെ ഈ 3 ആയത്തും, ഈ ആയത്തിന്റെ ഈ ദുആന്റെ ആയത്ത് വഇദാ സഅലക ഇബാദി എന്ന ആയത്തിന്റെ മുമ്പുള്ള 3 ആയത്തുകളും റമളാനിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഈ ആയത്തിന്റെ ശേഷമുള്ള ഒരു ആയത്ത് ഉഹില്ല ലക്കും ലൈലത്ത സിയാമി അന്നഫസു ഇലാ നിസാഇക്കും. നോക്കൂ, അവിടെയും അങ്ങനെ തന്നെ ശേഷവും അല്ലാഹു തആല ഈ ദുആന്റെ ആയത്ത് പറഞ്ഞതിന്റെ ശേഷവും റമളാനിനെ കുറിച്ചാണ് പറയുന്നത്. റമളാനിനെ പറയുന്നതിന്റെ ഇടയിലാണ് ദുആനെ പരിചയപ്പെടുത്തുന്ന ആയത്ത് ഫിറ്റ് ചെയ്തത് എന്നർത്ഥം. അതെന്തേ കാര്യം? ദുആവുമായിട്ട് റമളാനിന് ബന്ധമുണ്ടോ? റമളാനുമായിട്ട് ദുആക്ക് ബന്ധമുണ്ടോ? ഉണ്ട്. ആ ബന്ധം അറിയിക്കാൻ വേണ്ടി കൂടിയാണ് കരുതിക്കൂട്ടി യജമാനനായ റബ്ബ് റമളാനിന്റെ കാര്യം പരിചയപ്പെടുത്തിയ ഇടത്ത് തന്നെ ഈ ഒരു കാര്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാനുണ്ടായ പശ്ചാത്തലം. അതുകൊണ്ട് അല്ലാഹു തആല നമ്മോട് പറഞ്ഞു, നിങ്ങൾ ചോദിക്കണം. തങ്ങളോട് ചോദിക്കുമ്പോൾ ഇദാ സഅലക ഇബാദി, എൻ്റെ അടിമ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, അന്നി എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഫ ഇന്നി ഖരീബ്, ഞാൻ അടുത്തുണ്ട് നബിയെ. അവന് വരുന്ന പ്രയാസങ്ങൾ, അവന് വരുന്ന ആപരാധികൾ, അവന് വീട് വേണം, അവന് തൊഴിലില്ല, തൊഴിൽ വേണം, അവന് രോഗങ്ങളുണ്ട്, രോഗങ്ങളിൽ നിന്ന് മോചനം വേണം, ഒരിക്കലും താങ്ങാനാവാത്ത കടബാധ്യതകൾ ഒരുപാടുണ്ട്, ആ കടബാധ്യതകളിൽ നിന്നൊക്കെ മോചനം വേണം. ഇതൊക്കെ അവൻ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അതൊക്കെ അവന് കൊടുക്കാനും റെഡിയാ, ഞാനത് അവന് കൊടുക്കാൻ റെഡിയാ. പക്ഷേ അവൻ എൻ്റെ മുമ്പിൽ കൈമലർത്തി, അവൻ എൻ്റെ ദർബാറിൽ വന്ന്
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. ഇന്നലകളിൽ തൻ്റെ ജീവിതത്തിൽ പറ്റിപ്പോയ പാഴ്ട്ടുകൾ, ന്യൂനതകൾ അത് മനസ്സിലാക്കി ഉടമയായ റബ്ബിന്റെ മുമ്പിൽ വന്ന് ഒരു സോറി പറയാൻ. അങ്ങനെയാണല്ലോ നമ്മൾ നമ്മുടെ കൂട്ടുകാരന്റെ ശരീരത്തിൽ അറിയാതെ ഒന്ന് കൈതട്ടിപ്പോയാൽ, ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവം മറ്റുള്ളവന്റെ ശരീരത്തിൽ നാം അറിയാതെ ഒന്ന് തട്ടിപ്പോയാൽ ഉടനെ നമ്മൾ പറയും സോറി കേട്ടോ, സോറി. എങ്കിൽ ഉടമയായ റബ്ബ് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ ആവശ്യമായ സകലമാന വസ്തുക്കൾ, പ്രവിശാലമായ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ശ്വസിക്കാൻ വേണ്ട ഓക്സിജൻ, നമുക്ക് കുടിക്കാൻ ആവശ്യമായ ശുദ്ധമായ വെള്ളം, ഭക്ഷണം, പാർപ്പിടം എല്ലാം ഒരുക്കി നമ്മെ സൃഷ്ടിക്കുക മാത്രമല്ല പരിപാലിക്കുക കൂടി ചെയ്യുന്ന റബ്ബിന് ഇഷ്ടമുള്ളത് ചെയ്യുന്നതിനു പകരം അവനെ ദേഷ്യപ്പെടുത്തുന്ന, പ്രകോപിതനാക്കുന്ന പ്രവർത്തനം മാത്രം നമ്മിൽ നിന്ന് വരുമ്പോൾ ഒരു സോറി അവനോട് പറയാനുള്ള മനസ്സ് നമുക്ക് വേണ്ടേ? ആ ഒരു മനസ്സ് നമ്മുടെ കൽബിൽ വന്ന് പരിശുദ്ധ റമളാൻ വരുമ്പോ എങ്കിലും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, ഇന്നലകളിൽ തെറ്റ് ചെയ്തവനാ, നീ ചെയ്തു തന്ന ആ ഒരു വലിയ ഗുണത്തിനനുസരിച്ച് എനിക്ക് പകരം ഒരു നന്ദി നിനക്ക് ചെയ്യാനായിട്ടില്ല അല്ലാ. അതുകൊണ്ട് നീ എന്നെ പിടിച്ചു ശിക്ഷിക്കല്ലേ, നീ എന്നെ പിടിച്ചു വെക്കല്ലേ. നിനക്ക് ഞാൻ വലിയ നികുതി അടക്കാറുണ്ട്. നിനക്ക് നീ ചെയ്തു തന്ന ഉപകാരത്തിനനുസരിച്ച് വലിയ ബില്ലടക്കാനുണ്ട്. ഞാൻ ഒരുപാട് നിനക്ക് നൽകാനുണ്ട്. അതൊന്നും നൽകാൻ എനിക്കായില്ല. അത് നൽകാത്തതിന്റെ പേരിൽ നീ എന്നെ പിടിച്ചു വെക്കല്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, നീ എനിക്ക് മാപ്പ് തരണേ അല്ലാ എന്ന് പറഞ്ഞ് എൻ്റെ ഒരടിമ എൻ്റെ ദർബാറിന്റെ മുമ്പിൽ വന്ന് അവൻ കൈമലർത്തുകയാണെങ്കിൽ ഓക്കെ, ഞാൻ റെഡിയാ, ഞാൻ അവന് നൽകാൻ റെഡിയാ. അവൻ ചോദിച്ചതൊക്കെ കൊടുക്കും. പക്ഷേ ചെറിയ ഡിമാൻഡ് ഉണ്ട്. കൊടുക്കും ഞാൻ അവന്. അവൻ എന്തു വേണം? ഇതൊക്കെ ഇത്രയും ഞാൻ കൊടുത്തില്ലേ, ഇതൊക്കെ ഞാനല്ലേ കൊടുക്കുന്നത്. അവന്റെ ശക്തി കൊണ്ടാണോ അവരിതൊക്കെ വാങ്ങിച്ചത്? ഞാൻ അത് കൊടുക്കുന്നുവെങ്കിൽ ഇനിയും കൊടുക്കും. അവൻ ചോദിക്കുന്നതെല്ലാം ഞാൻ നൽകും. പക്ഷെ നൽകാൻ ഒരു ഡിമാൻഡ് ഉണ്ട്. അതെന്താ ഡിമാൻഡ്? ഈ ആയത്തിൽ തന്നെ പറയുകയാ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി. ഒരു പ്രാർത്ഥിക്കുന്ന എൻ്റെ അടിമ എന്നോട് ചോദിക്കുന്നുവെങ്കിൽ ഉജീബു, ഉത്തരം അവന് ഞാൻ കൊടുക്കും, അവനെ ഞാൻ സഹായിക്കും. പക്ഷേ ഡിമാൻഡ് എന്താ? ഫല്ലസ്തജീബൂലി, അവന് വീട് വേണം, ഞാൻ വീട് കൊടുത്തില്ലേ. അവന് വായു ശ്വസിക്കണം, ഞാൻ അവന്റെ ശരീരത്തിൽ ഫിറ്റ് ചെയ്ത ആ മാർഗത്തിലൂടെ അവൻ വായു ശ്വസിക്കുന്നില്ലേ. അവൻ വെള്ളം കുടിക്കുന്നില്ലേ, അവന്റെ ശരീരത്തിൽ ഞാൻ ഘടിപ്പിക്കപ്പെട്ട മാർഗത്തിലൂടെയല്ലേ അവൻ വെള്ളം കുടിക്കുന്നത്. ആ മാർഗത്തിലൂടെയല്ലേ കുടിച്ച വെള്ളം പുറത്തോട്ട് പോകുന്നത്. ആ മാർഗത്തിലൂടെയല്ലേ കഴിച്ച ഭക്ഷണം അത് മാലിന്യമായി പുറന്തള്ളപ്പെടുന്നത്. ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നുവെങ്കിൽ അവന്റെ ദുആക്കും ഞാൻ ഉത്തരം നൽകും. പക്ഷേ ഫല്യസ്തജീബൂലി, ഞാൻ തിരിച്ചും അവനോട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മോനെ, എന്നെ പ്രകോപിക്കുന്ന കാര്യം നീ ചെയ്യല്ല, നീ മയക്കുമരുന്നിന്റെ കൂടെയാവല്ല, നീ MDMA അടിമയായി മാറല്ല, നീ വേണ്ടാത്ത വഴിയിലൂടെ പണം സമ്പാദിക്കല്ല, ഈ രാജ്യത്തിന്റെ സാമ്പത്തികമായ സ്രോതസ് തകർക്കുന്ന ഒരു പ്രവർത്തനവും നിന്റെ ജീവിതത്തിൽ നീ വരുത്തല്ല. നീ നല്ല നിലക്ക് ജീവിക്കാൻ നീ തയ്യാറാവേണ്ട ഒരുപാട് മാർഗങ്ങൾ, രൂപരേഖകൾ ഞാൻ നിന്റെ മുമ്പിൽ വെച്ച് തന്നിട്ടുണ്ട്. 5 നേരം നീ നിസ്കരിക്കണം, നീ നോമ്പെടുക്കണം, നീ മറ്റു കാര്യങ്ങൾ നൽകണം, കഷ്ടപ്പെടുന്നവരെ കണ്ടെത്തി നിന്നാൽ കഴിയുന്നതൊക്കെ അവരെ മുമ്പിൽ ചെയ്തു കൊടുക്കണം. ഇതൊക്കെ ഞാൻ പറഞ്ഞതല്ലേ. എന്നിട്ട് നീ എന്ത് ചെയ്തു? ഞാൻ പറയുന്നത് നീ ചെയ്തോ? നീ പറയുന്നത് ഞാൻ ചെയ്യണം, പക്ഷെ ഞാൻ പറയുന്നത് നീ ചെയ്യാൻ റെഡി അല്ല അല്ലേ? അതുകൊണ്ട് പറ്റില്ല. നീ പറയുന്നത് ചെയ്യാൻ ഞാൻ റെഡിയാ, ഞാൻ ഓക്കെയാ. പക്ഷെ ഫല്യസ്തജീബൂലി, എനിക്ക് നീ ഒന്ന് ഉത്തരം താ. ഞാൻ പറഞ്ഞത് നീ ഒന്ന് കേൾക്ക്. അത് കേൾക്കാൻ നീ റെഡിയാണോ? ഈ റമളാനിൽ, ഈ റമളാൻ എൻ്റെ വാക്കുകൾ അംഗീകരിച്ച് എന്നെ പ്രകോപിപ്പിക്കാതെ സന്തോഷിപ്പിക്കാൻ നീ തയ്യാറാണെങ്കിൽ എന്നെ സന്തോഷിപ്പിക്കാൻ ഞാനുണ്ട്. ഇതാണ് 156-ാമത്തെ
പ്രബന്ധമായി പരിശുദ്ധ ഖുർആനിൽ ദുആ പരിചയപ്പെടുത്തിയ ആയത്തിലൂടെ നൽകുന്ന മെസ്സേജ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു ഫൽയുമിനു ബി ഫലസ്തജീബൂ ലി, എനിക്ക് നീ ഒന്ന് ഉത്തരം നൽകു. ഫൽയുമിനു ബി, എന്നെ കൊണ്ട് നീ വിശ്വസിക്കേണ്ടത് പോലെ ഒന്ന് വിശ്വസിക്ക്. നീ വിശ്വസിക്കേണ്ടത് പോലെ വിശ്വസിക്ക്. അങ്ങനെ നീ വിശ്വസിച്ച് ഞാൻ പറയുന്നത് നീ കേൾക്കുന്ന ഒരവസ്ഥ വന്നാൽ നിനക്ക് തരാൻ ഞാനുണ്ട് മോനെ. ഇതാണ് പരിശുദ്ധ ഖുർആൻ ദുആ സംബന്ധമായി പരിശുദ്ധ റമളാനിന്റെ കാര്യങ്ങൾ വിശദീകരിച്ച സൂറത്തുൽ ബഖറയുടെ ഈ ആയത്തുകൾക്കിടയിൽ തന്നെ ഫിറ്റ് ചെയ്തുകൊണ്ട് ദുആ ചെയ്യേണ്ടത് എങ്ങനെയെന്നും ദുആ ഏത് രൂപത്തിലാവണമെന്നും അത് റബ്ബിന്റെ മുമ്പിൽ ഇവൻ കൈ മലർത്തുമ്പോൾ ആ മലർത്തുന്ന കൈകളിലേക്ക് വല്ലതും കൊടുക്കാൻ ഞാൻ അർഹനാണോ എന്ന് സ്വയം അവൻ ചിന്തിക്കുകയും വേണം. നമുക്കറിയില്ലേ, ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു തആല ഏറ്റവും വലിയ ഒരു സൂഫിയും ഒരു പണ്ഡിതനും ഒക്കെ ആയിരുന്നു. നോമ്പെടുക്കും, എപ്പോഴും ജീവിതത്തിൽ നോമ്പാണ്. ഭക്ഷണം യഥാസമയം കഴിക്കാൻ കയ്യിൽ കാശില്ല, എന്നാലും വിശപ്പ് സഹിക്കാൻ തയ്യാറാ. തൻ്റെ ഖാദിമുണ്ട് ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു. ആ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ഉസ്താദിനെ പോലെ വിശപ്പ് സഹിക്കാൻ കഴിയാത്ത ഒരാൾ വല്ലാതെ വിശപ്പ് കൂടിയപ്പോൾ ഉസ്താദിന്റെ മുമ്പിൽ ആ ഒരു ക്ഷീണം ഒന്ന് പ്രകടിപ്പിച്ചു. അവസാനം ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു തആല അൻഹു ശിഷ്യനോട് ചോദിച്ചു, മോനെ വിശപ്പുണ്ടോ? പറഞ്ഞു, ഉസ്താദ് കാണുന്നത് പോലെ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഉടനെ പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യാം, നീ റൂമിൽ പോയിട്ട് പേനയും കടലാസും അങ്ങ് എടുക്ക്. എന്നിട്ട് ഒരു പേനയും ഒരു കടലാസും അതങ്ങ് എടുത്തുകൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ട് ആ കടലാസിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു തആല ഇങ്ങനെ എഴുതി, അന ദാക്കിറുൻ അന ഷാക്കിറുൻ അന ഹാമിദു അന ജാഇഉൻ അന ളാഇഉൻ അന ആരി. അന ദാക്കിറുൻ, ഞാൻ അല്ലാഹുവേ നിനക്ക് നീ എന്നോട് ദിക്ർ ചൊല്ലാൻ വേണ്ടി പറഞ്ഞു, ഞാൻ ദിക്ർ ചൊല്ലി. അന ഷാക്കിറുൻ, നീ എനിക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്തു, ഞാൻ അതിനൊക്കെ നിനക്ക് നന്ദിയും ചെയ്തു. അന ഹാമിദുൻ, നീ എനിക്ക് ചെയ്തു തന്ന ഗുണങ്ങൾക്കൊക്കെയും ആ സമയത്ത് ഞാൻ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹ് അന ജാഇഉൻ, ഇപ്പൊ ഞാൻ വിശപ്പില. നീ പറഞ്ഞ മൂന്നും ഞാൻ ചെയ്തു. അന ജാഇഉൻ, ഇപ്പൊ ഞാൻ വിശപ്പില. അന ളാഇഉൻ, എനിക്ക് വല്ലാത്ത ദാഹമുണ്ട്. അന ആരി, എനിക്കൊരു വസ്ത്രം പോലും വേണ്ടതുപോലെ ധരിക്കാനില്ലാത്ത കഷ്ടത എനിക്കുണ്ട്. അതുകൊണ്ട് ഹിയ സിത്തത്തുൻ ലിദുഹൂരിന അല്ലമീൻ, ഈ പറഞ്ഞ 6 കാര്യങ്ങൾ, ഞാൻ ഈ എണ്ണിയ 6 കാര്യങ്ങൾ, ഹംദ്, ശുക്ർ, ദിക്ർ, ഈ 3 അത് ഞാൻ ചെയ്യുന്നുണ്ട്. എങ്കിൽ നീ എനിക്ക് തരേണ്ടത്, എനിക്ക് ഭക്ഷണം വേണം, എനിക്ക് വെള്ളം വേണം, എനിക്ക് വസ്ത്രം വേണം. അതുകൊണ്ട് പകുതി ഞാൻ ചെയ്തു അല്ലാ, പകുതി നീ എനിക്ക് താ അല്ലാ എന്നും പറഞ്ഞു ഒരു കത്ത് എഴുതിയിട്ട് തൻ്റെ ശിഷ്യൻ ഹുദൈഫയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ നീ ആ കവലയിൽ പോയി നിൽക്ക്. അവിടെ നിന്ന് ആര് ആ വഴി ആദ്യം വരുന്നോ അവരെ കയ്യിൽ ഈ കത്ത് കൊടുക്കുക, അവരെന്തെങ്കിലും നമ്മെ സഹായിച്ചുകൊള്ളും. ചുരുക്കത്തിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു കവലയിൽ പോയി നിന്ന് അതുവഴി ആദ്യം വന്ന ഒരു കുതിരസവാരിക്കാരൻ, ആ കുതിരസവാരിക്കാരനെ കണ്ടപാടെ അദ്ദേഹം കൈനീട്ടി. കുതിരസവാരിക്കാരൻ അവിടെ നിന്നപാടെ കത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം കത്ത് തുറന്ന് വായിച്ച സമയത്ത് അദ്ദേഹം ഒരു മജൂസിയ, തീയാരാധകനാണ്, മുസ്ലിം അല്ല അദ്ദേഹം. ഈ കത്ത് കണ്ട പാടെ അദ്ദേഹം അത്ഭുതപ്പെട്ട്, ഇത് ആര് തന്നതാ? ഇതെന്റെ ഗുരു തന്നതാ. ഗുരു എവിടെയാ? ഗുരു ഇന്നാലിന്ന പള്ളിയിലിരിപ്പുണ്ട്. അദ്ദേഹം ഉടനെ തൻ്റെ കുതിരപ്പുറത്ത് നിന്ന് ഒരു ചെറിയ കിറ്റെടുത്ത് അതിൽ നിന്ന് 700 ദിർഹം സ്വർണമെടുത്ത് ഹുദൈഫ തങ്ങളെ കൈ കൊടുത്തിട്ട് പറഞ്ഞ്, ഇത് ഉസ്താദിന്റെ കൈ കൊടുത്ത്, ഞാൻ ഒരല്പ കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് പള്ളിയിൽ വന്ന് ഉസ്താദിനെ കാണാം, എനിക്കൊന്ന് അദ്ദേഹത്തെ നേരിട്ടൊന്ന് കാണണം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഹുദൈഫ റളിയല്ലാഹു അൻഹു അവിടെ കൊണ്ടുപോയി കാശൊക്കെ എണ്ണി നോക്കുമ്പോൾ 700 ദിർഹമുണ്ട്. അതിൽ നിന്നൊരു അല്പമെടുത്ത് ഭക്ഷണം വാങ്ങട്ടെ എന്ന് ഹുദൈഫ ഉദ്ദേശിച്ച സമയത്ത് പറഞ്ഞു, ലാ തമസ്സക്ത, മോനെ ഈ കാശ് തുടരുത്, തൊടാനായിട്ടില്ല, അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ശിഷ്യനെ സമാധാനിപ്പിച്ച സമയത്ത് അതാ മജൂസി അങ്ങോട്ട് കടന്നു വരികയാ. കടന്നു വന്ന് ഉസ്താദിനെ കണ്ടപാടെ ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ട് ഈ കത്തിന്റെ സൗന്ദര്യവും അതിൻ്റെ സൗരഭ്യവും
അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കി അന്നു മുതൽ അദ്ദേഹം മുസ്ലിമായ ഒരു ചരിത്രം മഹത്തുക്കൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന ഈ ചരിത്രം നൽകുന്ന പശ്ചാത്തലം, മഹാനായ ഇബ്രാഹീമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു ചെയ്യേണ്ടത് എണ്ണിപ്പറഞ്ഞു, ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി നീ ചെയ്യേണ്ടതാണ്, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്തേക്കെന്ന് പറഞ്ഞപ്പോഴേക്ക് അല്ലാഹു തആല അതിനുള്ള മാർഗം കൊടുത്തു. അത് ചിലപ്പോൾ മാർഗം നേരെ കൊടുക്കും, ചിലപ്പോൾ ചില കാരണങ്ങൾ മറ്റുള്ളവർ വഴി കൊടുക്കും. അങ്ങനെയൊക്കെയാണ് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സകല ആളുകളോട്, പരിശുദ്ധമായ റമദാൻ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ, പരിശുദ്ധമായ റമദാൻ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്ന് നമ്മിലൂടെ അത് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തി ആ ദൈവത്തെ പ്രകോപിപ്പിക്കുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ ഒന്നും നമ്മിൽ നിന്ന് വരാതെ പരമാവധി ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അവനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടതുപോലെ ആയില്ലെങ്കിലും പ്രകോപിപ്പിക്കാനെങ്കിലും ശ്രമിക്കാതെ നമ്മുടെ ജീവിത നൗക തുഴയാൻ നമുക്കായാൽ, നേരിടുന്ന നൂറായിരം പ്രശ്നങ്ങൾ കൈമലർത്തി യജമാനന്റെ മുമ്പിൽ നാം കൈനീട്ടുന്നുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കാനും നമ്മുടെ കൈ നിറയെ കൈവെള്ളയിൽ ചോദിക്കുന്നതൊക്കെ വെച്ചു തരാനും കാലിയാവാത്ത ഖജനാവിൻ്റെ ഉടമയായ റബ്ബ് സദാ സന്നദ്ധനായി നമ്മെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ, റബ്ബ് പറഞ്ഞ വാക്കുകൾ പരമാവധി ജീവിതത്തിൽ പകർത്താൻ, പരിശുദ്ധ റമദാനിൻ്റെ മൂല്യങ്ങൾ ഒരു പരിധിവരെയെങ്കിലും ജീവിതത്തിൽ തുടരാൻ, റമദാൻ കഴിഞ്ഞാലും റമദാനിൽ നേടിയെടുത്ത ആത്മീയ വിശുദ്ധി മരണം വരെ ജീവിതത്തിൽ തുടർന്ന് കൊണ്ടുപോവാനൊക്കെ ഈ പരിശുദ്ധ റമദാൻ എല്ലാവർക്കും പ്രചോദനമാവട്ടെ, പ്രോത്സാഹനമാവട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിട ചോദിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.